ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ഏഞ്ചൽ മോഹൻ. ഇന്ന് നമ്മൾ വയനാട്ടിൽ നിന്നും കാലിക്കറ്റിലേക്ക് ഒരു ബൈക്ക് റൈഡ് ചെയ്യുകയാണ്. നമ്മൾക്ക് പോകുന്ന വഴിയിലുള്ള എല്ലാ കാഴ്ചകളും കാണാം. സോ വൺസ് അഗെയിൻ വെൽക്കം ടു ഓസം ലൈഫ്. വീട്ടിൽ നിന്നും ഇറങ്ങി അറൗണ്ട് 2 കിലോമീറ്ററായി. ഞാൻ താമസിക്കുന്നത് പാലവയൽ എന്ന് പറയുന്ന സ്ഥലത്താണ്, മേപ്പാടി അടുത്ത്. ഇത് ആണ് കുന്നമ്പറ്റ ടൗണ്. നമ്മൾ നെക്സ്റ്റ് എത്താൻ പോകുന്നത് ചുണ്ട ടൗണാണ്. അത് വയനാടിനെ സംബന്ധിച്ചിട്ട് ചുരം കയറി വരുമ്പോൾ വരുന്ന രണ്ടാമത്തെ ടൗണാണ്. വൈത്തിരി കഴിഞ്ഞ് വരുന്ന ടൗൺ ചുണ്ടയിൽ വളരെ ഫേമസ് ആണ്. അവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട്. അത് ഒരുപാട് ആളുകൾ പ്രാർത്ഥനയ്ക്കൊക്കെ വരുന്നതാണ്. ഒരു ക്രിസ്ത്യൻ ചർച്ച്, വളരെ ഫേമസ് ആണ്. ഈ പോകുന്ന വഴിയൊക്കെ ഭയങ്കര രസമാട്ടോ. ചുറ്റും കാട് പോലെ കിടക്കുന്നു. അതുപോലെ തന്നെ തേയിലത്തോട്ടങ്ങളുണ്ട്. ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വളരെ ഭംഗിയുള്ള സ്ഥലമാണ്. ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ നോക്കിയാലും പച്ചപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ദൂരെ കാണുന്ന കണ്ടോ, അതാണ് വയനാട്ടിലെ ചമ്പ്രമല. എന്ത് ഭംഗിയല്ലേ ഇങ്ങനെ ലോങ്ങിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട്. ചമ്പ്രമലയൊക്കെ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് വ്ലോഗിൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ മുൻപുള്ള വ്ലോഗൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചമ്പ്രമലയുടെ എല്ലാ വ്യൂസും കാണാൻ സാധിക്കും. ഓൾമോസ്റ്റ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പല കാഴ്ചകളും നമ്മളുടെ മുൻപുള്ള വ്ലോഗിൽ ചെയ്ത് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്കത് സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കും. നമ്മൾ ബൈക്ക് റൈഡ് ചെയ്യുന്ന സമയത്ത് കാണുന്ന കുറച്ച് കാഴ്ചകളും അതുപോലെ തന്നെ വയനാടിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള പ്രാധാന്യവും കുറച്ച് ടൗൺസും, നമ്മൾ കാലിക്കറ്റ് എത്തുന്ന വരെയുള്ള കുറച്ച് ടൗണും ഒക്കെ ഈ ഒരു ലോക്ക്ഡൗൺ ടൈമിൽ പരിചയപ്പെടുക എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ യാത്രയുടെ ഉദ്ദേശം. ഈ വിഷ്വൽസ് തലതിരിഞ്ഞാണ് നിങ്ങൾ കാണുന്നത്. നമ്മളെല്ലാം നേരെ കണ്ടിട്ടല്ലേ ഇതുവരെയായിട്ടും ശീലിച്ചിട്ടുള്ളൂ. ഒന്ന് തലതിരിഞ്ഞും കൂടെ കണ്ടു നോക്കാം. അതിൻ്റെ ഒരു ഭംഗി വേറെയല്ലേ, വ്യത്യസ്തമല്ലേ. ഞങ്ങളങ്ങനെ ടുവേഡ്സ് കാലിക്കറ്റേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. വയനാടിൻ്റെ മനോഹരമായ കാഴ്ചകൾ കാണുമ്പോൾ കുറച്ച് ചരിത്രം കൂടെ നമുക്കറിഞ്ഞിരിക്കാം. കേരള സംസ്ഥാനത്തിലെ 12ാമത്തെ ജില്ലയാണ് വയനാട്. കൽപ്പറ്റയാണ് നമ്മളുടെ വയനാട് ജില്ലയുടെ ആസ്ഥാനം. ഇടുക്കിക്കും വയനാടിനുള്ളൊരു പ്രത്യേകതയുണ്ട്. വയനാട് എന്ന് പറയുന്ന സ്ഥലം എവിടെയില്ല. വയനാടിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കൽപ്പറ്റയാണ്. അതുപോലെ തന്നെയാണ് ഇടുക്കിക്കും. 1980 നവംബർ 1 നമ്മളുടെ വയനാട് ജില്ല രൂപം കൊണ്ടത്. കേരളത്തിലെ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ഒരു ജില്ലയാണ്. കോഴിക്കോട്, കണ്ണൂർ ഈ 2 ജില്ലകളുടെയും ഭാഗമായിരുന്ന സ്ഥലങ്ങൾ അത് അടർത്തിയെടുത്തിട്ടാണ് നമ്മളുടെ സുന്ദരമായ ഈ വയനാടിന് രൂപം കൊടുത്തത്. കബനി നദിയാണ് ഈ ജില്ലയിലൂടെ ഒഴുകുന്ന പ്രധാന നദി. കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേ ഒരു ജില്ലയാണ് വയനാട്. വയനാട് ജില്ലയുടെ മൊത്തം വിസ്തൃതി എന്ന് പറയുന്നത് 2131 ചതുരശ്ര കിലോമീറ്ററാണ്. ഭൂവിഭാഗത്തിൻ്റെ 38% വനമാണ്. നമ്മളിപ്പോൾ ചുണ്ട ടൗൺ പിന്നിട്ട് വൈത്തിരി എന്ന ടൗണിൻ്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് ചുരം കയറി വരുന്ന ആളുകൾ കാണുന്ന ആദ്യത്തെ ഒരേ ഒരു ടൗണേ വയനാട്ടിലുണ്ടായിരുന്നുള്ളൂ. പ്രാധാന്യമേറിയ ഒരു ടൗൺ അത് വൈത്തിരിയാണ്. പിന്നീട് ഇവിടുന്ന് ആളുകളെല്ലാം സ്കാറ്റർ ചെയ്ത് കൽപ്പറ്റ, ബത്തേരി, മാനന്തവാടി, അതുപോലെ ചൂരൽമല, അങ്ങനെ ഒരുപാട് ഏരിയകളിലേക്ക് മാറിയിട്ടുണ്ട്. വൈത്തിരിയിലെ ബസ് സ്റ്റാൻഡാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ പ്രളയകാലത്ത് ആ ബസ് സ്റ്റാൻഡ് അങ്ങനെ മണ്ണിനടിയിലേക്ക് താഴ്ന്നു പോവുകയുണ്ടായി. ഒരുപാട് ആളുകൾ ഇപ്പോൾ തിങ്ങിപ്പാർക്കുന്നൊരു ഏരിയയാണ് വൈത്തിരി. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. ഒരുപാട് റിസോർട്ടുകളുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളുടെ പൂക്കോട് തടാകം വൈത്തിരിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വളരെ കുഞ്ഞു ടൗണായിരുന്ന വൈത്തിരി ഇപ്പോൾ വളരെ വലിയൊരു ടൗണായി മാറിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ മാറി എന്ന് തന്നെ പറയാൻ സാധിക്കും. വയനാടിൻ്റെ ഒരു ഹിസ്റ്ററിയെ സംബന്ധിച്ചിട്ട് വൈത്തിരി എന്ന് പറയുന്ന ഈ ഒരു കൊച്ചു ഗ്രാമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൈത്തിരിയുടെ ഗവൺമെൻറ് സ്ഥാപനങ്ങളൊക്കെയാണ് സൈഡിൽ കാണുന്നത്. ഗസ്റ്റ് ഹൗസും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനുമൊക്കെയാണ്. വൈത്തിരി കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലുള്ള ഒരുപാട് വലിയ കെട്ടിടങ്ങൾ, അത് അനധികൃതമായിട്ടാണോ അല്ലെങ്കിൽ വിത്ത് പെർമിഷനാണോ എന്നറിയില്ല, എന്നാലും ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള കെട്ടിടങ്ങൾ നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇതും പൊളിക്കൽ ഭീഷണിയിൽ വരുന്ന ഒരു കെട്ടിടമാണ്. നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് വയനാട്ടിലും ഇങ്ങനെ കുറേ കാര്യങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്.
നമ്മളിപ്പോൾ കാണുന്ന ആ ഒരു റൈറ്റ് സൈഡിലേക്കുള്ള താഴേക്കുള്ള റോഡാണ് പൂക്കോട് ലേക്കിലേക്ക് പോകുന്നത്. അവിടെ നിന്നൊരു 1.5 കിലോമീറ്ററേ ഉള്ളൂ. ഓൾമോസ്റ്റ് വൈത്തിരി കഴിഞ്ഞ് നമ്മൾ ചുരത്തിൻ്റെ മോൾ ഭാഗത്തേക്ക് എത്താനായി. വയനാട് എന്ന പേരിൻ്റെ ഉറവിടത്തെക്കുറിച്ച് ചരിത്ര ആളുകളുണ്ടല്ലോ, ചരിത്രം പഠിക്കുന്ന ആളുകൾക്കിടയ്ക്ക് ഒരുപാട് ഭിന്നമായ അഭിപ്രായങ്ങളുണ്ട്. മായാക്ഷേത്ര എന്നാണ് സംസ്കൃതത്തിൽ നമ്മുടെ വയനാടിൻ്റെ പേര്. മദ്രാസ് മാനുവൽ ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് അത് മായനാടാവുകയും വാമൊഴിയിൽ വയനാടാവുകയും ചെയ്തു എന്ന് പറയുന്നു. മറ്റു ചിലർ നമ്മുടെ ഇവിടെ ലോക്കലായിട്ടുള്ള ആളുകൾ പറയുന്നുണ്ട് വയനാട്, വഴിനാട്, വനനാട്, മുളനാട്, വെയ്നാട്, വെയ്ന്ന് വെച്ചാൽ മുളനാട്, അതിൽ നിന്നൊക്കെ ഒരു വാമൊഴിയായിട്ട് വന്നതാണ് വയനാട് എന്നും പറയപ്പെടുന്നു. വയലും കാടും നിറഞ്ഞ സ്ഥലം എന്ന അർത്ഥത്തിലാണ് വയൽനാട്, വനനാട് എന്നൊക്കെ പറയുന്നുണ്ട്. വയനാടിൻ്റെ ജിയോഗ്രഫിക്കലായിട്ടുള്ള ചരിത്രമൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്നതിലൊക്കെ അല്പസ്വല്പം കാര്യങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. കാര്യം ഇതെല്ലാം നിറഞ്ഞ ഒരു സംഭവം തന്നെയാണ് വയനാട്. ബ്യൂട്ടിഫുൾ വയനാട്. വളരെ മനോഹരമായ കാഴ്ചകളാണ്. നമ്മളിത് റൈറ്റ് സൈഡ് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മളുടെ ചുരത്തിൻ്റെ കരിന്തണ്ടൻ. വളരെ ഫേമസ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കലായിട്ടുള്ള ആ ഒരു കരിന്തണ്ടൻ്റെ വിളക്ക് കത്തിക്കുന്ന സ്ഥലമാണ്. കരിന്തണ്ടനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായി നമ്മൾ മുൻപുള്ള വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും എടുത്ത് കാണുക. അത് ഇവിടെയാണ് വളരെ ഫേമസ് ആയിട്ടുള്ള, വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. ലക്കിടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലമാണ് ലക്കിടി. വയനാടിൻ്റെ കവാടം ഇവിടെയാണ്. ആ ദൂരെ കാണുന്ന പച്ച കളറിൽ കണ്ടോ, അതാണ് വയനാടിൻ്റെ കവാടം. കൊറോണ കാലമായതുകൊണ്ട് തന്നെ വരുന്ന വണ്ടികളെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ചെക്ക് പോസ്റ്റ് കാര്യങ്ങളൊക്കെ വളരെ ഫലപ്രദമായിട്ട് തന്നെയുണ്ട്. വളരെ എഫിഷ്യൻ്റാണ് വയനാടിൻ്റെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. കണ്ടോ, അങ്ങനെ ആ കവാടം പിന്നിട്ട് നമ്മൾ താമരശ്ശേരി പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലുള്ള ആ താമരശ്ശേരി ചുരത്തിലേക്ക് നമ്മളെത്തി. ഇനിയുള്ള കാഴ്ചകൾ വളരെ മനോഹരമാണ്. താമരശ്ശേരി ചുരം കോഴിക്കോടിനെ വയനാടുമായി ബന്ധിപ്പിക്കുന്ന പശ്ചിമഘട്ട മലമ്പാതയാണ് താമരശ്ശേരി ചുരം. വയനാട് ചുരമെന്നും നമ്മൾ പറയാറുണ്ട്. പക്ഷേ താമരശ്ശേരി, എത്രയോ ദൂരത്തുള്ള താമരശ്ശേരിയുടെ പേരിലാണ് ചുരം അറിയപ്പെടുന്നത്. പക്ഷേ ഈ ചുരം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയുടെ ഭാഗമായിട്ടാണ്. ദേശീയപാത 212 ഇതിലൂടെ കടന്നു പോകുന്നത്. ആ ദേശീയപാതയ്ക്ക് ഇരുവശങ്ങളിലും ഇടതൂർന്ന വനം വിനോദസഞ്ചാരികളെ വളരെ അധികം ആകർഷിക്കുന്ന ഒന്നാണ്. ഇവിടെ നിന്നുള്ള ഈ കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ, ഏതൊരാളുടെയും മനം കവരുന്ന രീതിയിൽ തന്നെയാണ്. കുതിര സവാരി ചെയ്തിട്ട് വയനാട്ടിലെത്താൻ പാകത്തിൽ നിർമ്മിച്ച മലമ്പാതയാണ് ഇത്. അത് പിൻകാലത്ത് വാഹന ഗതാഗതത്തിനുള്ള പാതയായിട്ട് മാറുകയാണ്. കോഴിക്കോട് നിന്നും വയനാട് ജില്ലയിലേക്കും മൈസൂരിലേക്കുമുള്ള ഏക പാതയാണ് നമ്മളുടെ ചുരത്തിലൂടെയുള്ള ഈ വഴി. താമരശ്ശേരി ചുരത്തിലൂടെ നമ്മളിങ്ങനെ നമ്മളുടെ ബൈക്കിൽ അടിച്ചു പൊളിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്ലൈമറ്റ്, അധികം വെയിലും ഇല്ല, എന്നാലോട്ട് മഴയും ഇല്ല. നല്ല സൂപ്പറായിട്ടുള്ള ക്ലൈമറ്റ്, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വളരെ കെയർഫുൾ ആയിട്ട് വരിക, പോവുക. ഒരുപാട് അപകടങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. കെയർഫുൾ ആയിട്ട് വരിക, എൻജോയ് ചെയ്യുക. പുറകോട്ടാണ് വയനാട്. നമ്മൾ കാലിക്കറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഭാഗമായ അടിവാരത്ത് നിന്ന് തുടങ്ങുന്ന 12 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ മലമ്പാത കഠിനമായ 9 ഹെയർ പിൻ വളവുകളിലൂടെയാണ് കടന്നു വരുന്നത്. ഈ പാത അവസാനിക്കുന്ന സ്ഥലമാണ് വയനാട് ജില്ലയിലെ ലക്കിടി. ലക്കിടിയിൽ നമ്മൾ എത്തുമ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 2625 അടി മുകളിലാണ് നമ്മൾ എത്തി നിൽക്കുക. 9ാമത്തെ ഹെയർ പിൻ വളവിലെ വ്യൂ പോയിൻ്റ്, അതായത് നമ്മൾ ആ മുകളിൽ കണ്ട ആ ഒരു ലക്കിടിയിലെ വ്യൂ പോയിൻ്റ്, അവിടുന്ന് പടിഞ്ഞാറോട്ട് നോക്കിയാൽ കോഴിക്കോട് ജില്ലയുടെ മൊത്തത്തിലുള്ള ഒരു ആകാശ ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും. മഞ്ഞും മഴയും കാര്യങ്ങളൊന്നുമില്ലെങ്കിൽ വളരെ ഭംഗിയായിട്ട് തന്നെ ആ ദൃശ്യം നമുക്ക് വിസിബിളാണ് അതിൻ്റെ മുകളിൽ നിന്ന്. അതുപോലെ തന്നെ അസ്തമയവും അതുപോലെ 55 കിലോമീറ്റർ അകലെയുള്ള കടൽപ്പരപ്പും അപൂർവമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മൈസൂരിലേക്കും ബാംഗ്ലൂരിലേക്കുമുള്ള ഒരു അന്തർ സംസ്ഥാന പാതയായിട്ടും ചുരം അറിയപ്പെടുന്നുണ്ട്.
യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരാണ് താമരശ്ശേരി ചുരം നിർമ്മിച്ചിരിക്കുന്നത്, ആ ഒരു പാത വഴി നിർമ്മിച്ചിരിക്കുന്നത്. അതാണ് അതിനകത്തെ ഹൈലൈറ്റ്. ബ്രിട്ടീഷ് എഞ്ചിനീയർക്ക് ഈ വഴി കാണിച്ചു കൊടുത്ത ഒരു ആദിവാസി ഉണ്ടായിരുന്നു, നമ്മളുടെ വയനാടിൻ്റെ സ്വന്തം കരിന്തണ്ടൻ. അദ്ദേഹത്തിൻ്റെ ആ ചങ്ങലമരമാണ് നമ്മൾ മുകളിൽ കണ്ടത്. അങ്ങനെ ഈ വഴി കാണിച്ചു കൊടുത്ത ഈ ആദിവാസിയെ, ഈ കരിന്തണ്ടനെ, അതിൻ്റെ ക്രെഡിറ്റ് മറ്റാരും കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് എഞ്ചിനീയർ കൊന്നുകളഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. ഇദ്ദേഹത്തിൻ്റെ ആത്മാവിനെ, കരിന്തണ്ടൻ്റെ ആത്മാവിനെ ബന്ധിപ്പിച്ചിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്ന ചങ്ങലമരം, അതാണ് നമ്മൾ ആ ലക്കിടിയിൽ മുകളിൽ കണ്ടത്. അതിനെപ്പറ്റി വിശദമായൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ട്, നമുക്ക് എൻ്റെ മുൻപുള്ള വ്ളോഗ് നോക്കിയാൽ കാണാം. മരങ്ങളൊക്കെ ഫുള്ളായിട്ട് ഇങ്ങനെ കൂടി നിൽക്കുക, അടിപൊളി. വേനൽക്കാലത്ത് പോലും നല്ല കടലുണ്ടാവും ഈ ഭാഗത്തൂടെ പോകുമ്പോൾ. കാണാനൊക്കെ ഭംഗിയാണെങ്കിലും ചുറ്റും കുറച്ച് അപകടം പതിയിരിപ്പുണ്ട്. കണ്ടില്ലേ, സൈഡിലുള്ള മരങ്ങളൊന്നും ശരിക്കും ആ ഒരു മണ്ണിനകത്ത് പതിഞ്ഞിട്ടല്ല നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ കാറ്റും മഴയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മരങ്ങൾ റോഡിലേക്ക് വീണ് പല അപകടങ്ങളും ഉണ്ടാകാറുണ്ട്. ഇവിടെ നിന്നുള്ള കാഴ്ചയൊക്കെ വളരെ മനോഹരമാണ്. ഭയങ്കര തണുപ്പാട്ടോ. ഏതൊരു വേനൽക്കാലത്തും നമ്മൾ ഈ വഴിയിലൂടെ പോകുമ്പോൾ വളരെ കൂളായിട്ടുള്ളൊരു ക്ലൈമറ്റാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. വയനാട്ടിൽ നിന്ന് നമ്മുടെ മൻസൂർ മാഷിൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഇടയ്ക്ക് എടുത്ത കുറച്ച് ഫുട്ടേജൊക്കെയാണ്. നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ കവർ ചെയ്താണ്, അടിവാരം മുതൽ തുഷാരഗിരി, കൽപ്പറ്റയൊക്കെ കവർ ചെയ്താണ്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കുറച്ച് ഈ ഒരു ലോക്ക്ഡൗൺ ടൈമിലെ കാഴ്ചകളാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. ഇപ്പം ഒരു ചായക്കട കണ്ടിട്ടുണ്ട്. ചായ നമ്മളുടെ വീക്കിനെസ് ആണല്ലോ എന്നും. ഒരു ചായ കുടിച്ചിട്ട് വരാം. ഓക്കെ. കഴിഞ്ഞ ദിവസം ചുരത്തിൽ വെച്ചിട്ട് നമ്മളുടെ വണ്ടി ഒന്ന് ആക്സിഡൻ്റായി. ഒരു ലോറി വന്ന് ബാക്കിലിടിച്ചതാണ്. അങ്ങനെ വണ്ടി ഇല്ലാതിരിക്കുന്ന സമയത്ത് വളരെ അവിചാരിതമായിട്ട് മാഷ് വീട്ടിൽ വരികയും സഡനായിട്ട് നമ്മളൊരു പ്ലാൻ ചെയ്തതാണ്, എന്തായാലും നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. അങ്ങനെയാണ് മാഷിൻ്റെ ബൈക്കിൽ നമ്മൾ ഇവിടം വരെ എത്തി നിൽക്കുന്നത്. ഇനിയും കുറേ കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ട് കാണാം. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് താമരശ്ശേരി ടൗണാണ്. ടൗൺ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. നമ്മൾ ചുരം കണ്ടു. ഏകദേശം താമരശ്ശേരിയിൽ നിന്നും 22 കിലോമീറ്ററിന് മുകളിലുണ്ട് ചുരത്തിൻ്റെ അടിവാരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. എന്നിരുന്നാൽ പോലും ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ പോലും അത് താമരശ്ശേരി ചുരം എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ പപ്പു ചേട്ടൻ്റെ ഡയലോഗിലൂടെയാണ് ഇത്രയും അത് ഫേമസ് ആകാൻ കാരണം. താമരശ്ശേരി ടൗണിൻ്റെ ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റോഡുകളെല്ലാം വളരെ വിജനമാണ്. കൊറോണ കാരണവും അതുപോലെ തന്നെ ബിസിനസ് എല്ലാം ഡള്ളാണ് ഈ ഒരു സീസണിൽ. അതാണിപ്പം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് താമരശ്ശേരിയല്ല, ഒട്ടുമുക്കാൽ വ്യാപാരികളും കേരളത്തിലെ അല്ല ലോകത്തിലെ എല്ലാ ആളുകളും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണിത്. ഇവിടെയൊന്നും അടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള വാഹനത്തിരക്കുള്ളൊരു സ്ഥലമാണ്. ഇപ്പോൾ വളരെ അനാഥമായി കിടക്കുന്ന റോഡുകളെല്ലാം. താമരശ്ശേരിയുടെ കടകളും റോഡുകളും അതുപോലെ തന്നെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് പഴയ ബസ് സ്റ്റാൻഡ് താമരശ്ശേരിയുടെ. അതിപ്പോൾ റിനോവേഷനൊക്കെ നടക്കുക തോന്നുന്നു. ഇപ്പം ഇങ്ങോട്ടേക്കൊന്നും ബസ് കയറാറില്ല. ഇത് PWD റെസ്റ്റ് ഹൗസ്. ഇവിടെയൊക്കെ റോഡ് വികസനത്തിന്റെ സമയമായി. ഒരുപാട് ഈ കടകളൊക്കെ പുറകോട്ടേക്ക് പോയി ഒരു 4 വരി പാതയൊക്കെ വന്നെങ്കിൽ മാത്രമേ ഈ ഹൈവേ ഒക്കെ വികസിക്കുകയുള്ളൂ. ഒരു റിനോവേഷനൊക്കെ സമയമായി. മിനി സിവിൽ സ്റ്റേഷനാണ് താമരശ്ശേരിയുടെ. അതായത് കാണുന്ന ബിൽഡിങ് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി. എല്ലാ സൗകര്യങ്ങളും റോഡ് സൈഡിൽ തന്നെ ഉണ്ട് താമരശ്ശേരി സംബന്ധിച്ചിടത്തോളം. ടൗണൊക്കെ വളരെ വിജനമാട്ടോ. ഒരു മനുഷ്യര് പോലുമില്ല. വളരെ ചുരുക്കം ചില ലോങ് റൂട്ടിൽ പോകുന്ന വണ്ടികളൊക്കെ ഉള്ളൂ. ആ വെഡിങ് സെന്ററിന്റെ ഒക്കെ ഒരു അവസ്ഥ നോക്കിക്കേ. പെരുന്നാളൊക്കെ കഴിഞ്ഞ് എങ്ങനെ അടിച്ചു പൊളിച്ചിരിക്കേണ്ട ഒരു സ്ഥലമാണെന്നറിയോ. ഇതാണ് താമരശ്ശേരി KSRTC ഡിപ്പോ.
നമ്മുടെ ആന വണ്ടികളൊക്കെ പലതും ഷെഡിൽ കയറി കിടക്കുകയാണ്, ഓടുന്നില്ല. ചില്ലൊക്കെ പായൽ പിടിച്ചു തുടങ്ങി, പ്ലാവ് പിടിച്ചു, എന്താവും എന്തോ. അങ്ങനെ താമരശ്ശേരിയും പിന്നിട്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മുടെ കൊടുവള്ളി ടൗണ്. പേര് കേട്ടാൽ എല്ലാവർക്കും അറിയാം. കൊടുവള്ളി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് കൊടുവള്ളിയുടെ പ്രത്യേകത എന്നുള്ള എല്ലാവർക്കും അറിയാം. കേരളത്തിലെ ഗോൾഡിന്റെ പറുദീസ എന്ന് തന്നെ പറയാം. കേരളത്തിൽ എവിടെ ഗോൾഡിന്റെ കച്ചവടം ഉണ്ടെങ്കിലും, അത് ആഭരണമാണെങ്കിലും അല്ലാതെയാണെങ്കിലും, ആ ഗോൾഡ് പരമായ എല്ലാ വ്യാപാരങ്ങളും നടക്കുന്ന ഒരു വൺ ഓഫ് ദ ഫേമസ് ടൗൺ ആണ് കൊടുവള്ളി. കൊടുവള്ളിയുടെ ഏത് ഭാഗത്ത് നോക്കിയാലും നമുക്ക് ഗോൾഡ് ഷോപ്പ് കാണാം. എല്ലാ ബിൽഡിങ്ങിലും നിരനിരയായി നിൽക്കുന്ന ഗോൾഡ് ഷോപ്പ് നമുക്ക് കാണാൻ സാധിക്കും. രണ്ട് സൈഡിലും. കൊടുവള്ളി ടൗണിന്റെ പ്രത്യേകത തന്നെ അതാണ്. ഗോൾഡ് ഇല്ലാത്ത കൊടുവള്ളി ഇല്ല. പക്ഷെ പണ്ടത്തെ പോലെ അല്ല, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ലായിരുന്നു ഇതിന്റെ ഒരു പകിട്ട്. ഇവിടെ ഇറങ്ങാത്ത വാഹനങ്ങളില്ല, ഇവിടെ ഇറങ്ങാത്ത എന്താ പറയാ ബൈക്കോ കാർസോ ഒന്നുമില്ല. ഏത് പുതിയ വണ്ടി വന്നാലും കൊടുവള്ളിയിലുണ്ടാവും. അത്രത്തോളം റിച്ച് ആയിരുന്നു ഇവിടുത്തെ ആളുകൾ. ഇതാണ് കൊടുവള്ളിയിലെ തൂക്കുപാലം. കണ്ടോ, അടിപൊളിയല്ലേ? നമുക്ക് അങ്ങോട്ട് കയറാൻ നിർവാഹമില്ല, കാര്യം അത് അടച്ചിരിക്കുകയാണ് ഇപ്പം, കൊറോണയൊക്കെ കാരണം. താഴെ നന്നായിട്ട് വെള്ളം ഒഴുകുന്നുണ്ട്. ഈ മഴക്കാലത്ത് നല്ല അടിച്ച് പൊളിയായിട്ട് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതാ ഈ കാണുന്ന ഭാഗം ഉണ്ടല്ലോ, അതിവിടെ ഇവിടം വരെയൊക്കെ വെള്ളം എത്തുന്നാണ് പറയുന്നത്. അതായത് ആ തൂക്കുപാലം ഏകദേശം ടച്ച് ചെയ്തുകൊണ്ട് വെള്ളം എത്തും. കണ്ടില്ലേ? കഴിഞ്ഞ ഇതിലല്ലേ, കഴിഞ്ഞ പ്രളയത്തിൽ മുങ്ങിയെന്നാണ് നമ്മുടെ മൻസൂർ മാഷ് പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, വെള്ളത്തിൻ്റെ എത്രത്തോളം അളവിലാണ് വെള്ളം വരുന്നതെന്ന്. വളരെ മനോഹരമായൊരു പാലമാണ്. നമുക്കിത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരിക്കൽ വന്ന് എടുക്കാം. ഓക്കെ, നമുക്ക് മൂവ് ചെയ്യാം. യെസ്, നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് കുന്നമംഗലം ടൗണിലാണ്. താമരശ്ശേരി കഴിഞ്ഞു, നമ്മളുടെ ഗോൾഡിന് ഫേമസ് ആയ കൊടുവള്ളി കഴിഞ്ഞു. നെക്സ്റ്റ് കോഴിക്കോട് പോകുന്ന വഴിക്കുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു ടൗണാണ് കുന്നമംഗലം. നോർമൽ ടൈമിലൊക്കെ ഇവിടെയൊക്കെ ഉണ്ടല്ലോ എന്തോരം ട്രാഫിക് ബ്ലോക്ക് എന്നറിയോ. ഇവിടെ ഒരു ബ്ലോക്കും ഇല്ല, അത്രത്തോളം വാഹനങ്ങളും ആളുകൾ ഇവിടെയും അടച്ചിടുകയാണ്. ആദ്യം എന്താ ചെയ്യാല്ലേ? ഷവോമിയുടെ ഒക്കെ ഓൾമോസ്റ്റ് ക്ലോസ് ആയി. കുന്നമംഗലം ടൗണിന്റെ ബസ് സ്റ്റാൻഡാണ്. ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മള് എന്താ പറയാ, നമ്മുടെ കൊടുവള്ളി പറഞ്ഞ പോലെ അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നുമില്ല കുന്നമംഗലത്തില്. ബിസിനസ് തന്നെയാണ്. ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള, എന്താ പറയാ, തുണിക്കടയാണെങ്കിലും ഷോപ്പാണെങ്കിലും ഭക്ഷണ സ്ഥാപനം ഹോട്ടൽസ് ആണെങ്കിലും ഒക്കെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കടകളുണ്ട്. ലാർജ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് നോക്ക്, നല്ല രസമല്ലേ? നമ്മുടെ റെഡ് ഫോർട്ടൊക്കെ കാണുന്ന പോലെ. അത് ഓപ്പൺ ആണെന്ന് തോന്നുന്നു. ഫാമിലി വെഡിങ് സെന്റർ ആണത്. കുന്നമംഗലത്ത് പുതുതായിട്ട് ഓപ്പൺ ചെയ്ത ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോട്. ഓ, അതിവിടെയാ അല്ലേ? മല കാരണം ഈ വഴി ലെഫ്റ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഒരു ചെറിയ റോഡാണെങ്കിൽ കൂടെ നല്ല റോഡാണ്. അത് വേറെ വലിയൊരു ഹൈവേ പോലുള്ള റോഡിലേക്ക് കണക്ട് ആവും. നമുക്ക് കാലിക്കറ്റിലേക്ക് എത്താം. അത് ഏതാ മാഷ ഹൈവേ? TWRDM ഹൈവേ എന്നാണ് പറയുന്നത്. തീരദേശ റോഡ്. യെസ്, അത് വളരെ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു റോഡാണ്. ആ റോഡ് പിടിച്ചാൽ കോഴിക്കോട് ബീച്ചിൽ അതായത് ആ റോഡ് നമ്മൾ സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ കോഴിക്കോട് ബീച്ചിലേക്ക്, വേറെ എവിടെയും പോണ്ട. ആ റോഡ് സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ തീരദേശ മേഖലയിലൂടെ, അതായത് നമുക്ക് കോഴിക്കോട് ബീച്ചിലൂടെയൊക്കെ നമുക്ക് പെട്ടെന്ന് എത്താം. വയനാട്ടിൽ നിന്ന് വരികയാണെങ്കിൽ കുന്നമംഗലത്ത് നിന്ന് ലെഫ്റ്റിലേക്ക്, കോഴിക്കോട് നിന്ന് വരികയാണെങ്കിൽ കുന്നമംഗലത്ത് നിന്ന് റൈറ്റിലേക്ക്, മുകളിലേക്കുള്ള റോഡ്. ഇതിപ്പോൾ ഒരു കൊച്ചു റോഡാണ്. ഇത് നമ്മൾ കണക്ട് ചെയ്യുന്നത് ആ റോഡിലേക്കാണ്.
PWRDM ലെഫ്റ്റിലോട്ട് പോയത്. നമ്മളിവിടുന്ന് മുകളിലേക്ക് ഓപ്പോസിറ്റ് പോയി കഴിഞ്ഞാൽ PWRD എനിക്കണോ അല്ലേ? ഇത് കണ്ടോ, ഇതാണ് തിരുവല്ലം. നമ്മുടെ ചെറിയ റോഡ് വന്നിട്ട് ഇത് സ്ട്രൈറ്റ് പിടിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് കോഴിക്കോട് ഹൈവേയുടെ റോഡാണ്. അടിപൊളി റോഡാണ്. വാഹനങ്ങളൊന്നുമില്ല. കോഴിക്കോട് വരുന്നവർക്ക് പോലെ DVS എടുത്ത് വന്നു കഴിഞ്ഞാൽ വളരെ സ്മൂത്തായിട്ട് പോകുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഒരു ചെറിയ ഡീവിയേഷൻ എടുത്ത് നമ്മൾ മൻസൂർ മാഷിന്റെ വീട്ടിലേക്ക് പോവാണ്. കുറേ നാളായി ബൈക്കിൽ യാത്ര ചെയ്തിട്ട് ഭയങ്കര ഇറിറ്റേഷൻ. അപ്പോൾ ഒന്ന് ഫേസൊക്കെ കഴുകി നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് ഒന്ന് കാലിക്കറ്റ് ടൗണിലേക്ക് പോവാം. കൊറോണ കാലത്ത് കാലിക്കറ്റ് ടൗൺ എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. അങ്ങനെ മാഷിൻ്റെ വീട്ടിലെത്തി. ആ പുറകിൽ കാണുന്നതാണ് മാഷിൻ്റെ വീട്. വീട്ടിൽ ചെന്ന് റെഡി ആയിട്ട് നമുക്ക് പുറത്തിറങ്ങാം. ഓക്കെ, ഒരു ചായ കുടിച്ച് വരാം. ബൈ ബൈ. ഇതുവരെ നമ്മളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. സ്റ്റേ ട്യൂൺ വിത്ത് us. കാലിക്കറ്റിൻ്റെ ബാക്കിയുള്ള കാഴ്ചകൾ നമ്മൾക്ക് കാണാം. ഇറ്റ്സ് മീ ഏഞ്ചൽ മോഹൻ സൈനിങ് ഓഫ്. ഓസം ലൈഫ്.